ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഗോപിക, യുവർ ക്വാറന്റൈൻ ടീച്ചർ. ഇന്നൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ വേറൊന്നുമില്ല, എക്സ്ക്രീറ്ററി പാർട്ട് ഓഫ് എ ഫ്ലാറ്റ് വർം. ഓക്കെ, ഓപ്ഷൻ എ മാൽഫിജിയൻ ട്യൂബ്യൂൾസ്, ഓപ്ഷൻ ബി ഫ്ലെയിം സെൽസ്, ഓപ്ഷൻ സി നെഫ്രീഡിയ, ഓപ്ഷൻ ഡി ആൻറ്റിനൽ ഗ്ലാൻസ്. ഓക്കെ, അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ അറിയാമെന്നുള്ളത്. പക്ഷേ ഞാനിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഓപ്ഷൻസ് ഏതിനൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസറും കൂടെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലിരിക്കും. ഓക്കെ, മറന്നു പോകത്തില്ല. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആൻസർ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫ്ലെയിം സെൽസ് ആണ് ആൻസർ. അതായത് പ്ലനേറി അഥവാ ഫ്ലാറ്റ് വർംസിൻ്റെ എക്സ്ക്രീറ്ററി പാർട്ട് ഈസ് ഫ്ലെയിം സെൽ. ഇനി നെഫ്രീഡിയ ആരുടെയാണ്? നെഫ്രീഡിയ എക്സ്ക്രീറ്ററി പാർട്ടായിട്ട് വരുന്നത് അനിലിഡ ഗ്രൂപ്പിനാണ്, അതായത് എർത്ത് വർമിനൊക്കെ. മാൽഫിജിയൻ ട്യൂബ്യൂൾസ് ആണെങ്കിലോ കോക്രോച്ചിൻ്റെ എക്സ്ക്രീറ്ററി പാർട്ടാണ്. അതുപോലെ ആൻറ്റിനൽ ഗ്ലാൻസ് അഥവാ ഗ്രീൻ ഗ്ലാൻസ് എന്ന് വിളിക്കുന്നത് ആ എക്സ്ക്രീറ്ററി പാർട്ട് ആരുടെയാണ്? ക്രസ്റ്റേഷ്യൻസ് അല്ലെങ്കിൽ പ്രോൺസിൻ്റെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മാൽഫിജിയൻ ട്യൂബ്യൂൾസും മാൽഫിജിയൻ കോർപ്പസൽസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കണക്റ്റൊക്കെ ചെയ്യേണ്ടത് കേട്ടോ, നമ്മുടെ കൺഫ്യൂഷൻസ് ഒക്കെ